എൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതിയും കൂടെ അമ്പലത്തിൽ നിന്ന് വഴക്കിട്ട് രണ്ടാളും രണ്ട് വഴിക്ക് പോകുന്നുണ്ട്. മുത്തശ്ശിനിങ്ങി പാറുമ്മനോട് പറയുന്നുണ്ട്, ഇവരെ ഞാൻ എങ്ങനെ ശരിയാക്കുന്നു പറയുന്നുണ്ട്. എന്തായാലും ഇവർ തമ്മിൽ നല്ല വഴക്ക് തന്നെയാണ്. സ്നേഹം ഉണ്ടെങ്കിലും അതുകൊണ്ട് ഇവരെ ഒന്നിപ്പിക്കണം, എന്ത് ചെയ്തിട്ടായാലും എന്ന് പാറുമ്മയും മുത്തശ്ശിയോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും കൂട്ടുകാരിയും ചായ ഇട്ട് കുടിക്കുന്നുണ്ട്. എടി എങ്ങനെയുണ്ട് ബ്യൂട്ടി പാർലറിൽ എന്ന് വെച്ചപ്പോൾ, കുഴപ്പമില്ല, എന്തായാലും നിന്റെ അമ്മായിമാരുടെ പേരല്ലേ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ ചിലപ്പോ ബിസിനസ് ഒക്കെ ഉണ്ടാവും. കാരണം അവരൊരു രാശിയുള്ള സ്ത്രീയെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാട്ടോ എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ നാളെ എനിക്ക് അതിന്റെ ഫലം ഉണ്ടാവും. എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും അവർ എന്നെ ചിലപ്പോൾ വലിച്ച് പുറത്തിടാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കണ്ടിരുന്നത് ശ്രുതിയുടെ ആ പഴയ ഫ്രണ്ട്സ് ഒന്ന് കൂട്ടുകാരൻ, അയാൾ ഇങ്ങനെ കയറി വരുന്നുണ്ട് വഴക്കുണ്ടാക്കാൻ തന്നെയാണ്. കൊള്ളാം കൊള്ളാം, നിന്റെ പുതിയ കണ്ടുപിടുത്തം കൊള്ളാം. നീ എന്നെ പിടിച്ച് കുറെ പൈസ ഉണ്ടാക്കി, ഇപ്പൊ നീ മറ്റൊരു തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ, നിന്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ അവനോട് പറയും എന്നൊക്കെ പറയുമ്പോൾ അരുത് എന്നാണ് ശ്രുതി പറയുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് പറയാൻ പോകുന്നു പറയുമ്പോൾ, നീ എന്ത് കാര്യം ഉണ്ടാ ശ്രുതിയുടെ പറയാൻ പോണേന്ന് ചോദിച്ചിട്ടായിരിക്കും നമ്മുടെ ശ്രുതി വരുന്നത്. ശ്രുതി പുറത്തു നിന്ന് കുറച്ചൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തുട്ടാണ് ശ്രുതി ഇവൻ പറഞ്ഞത്, എന്ത് കാര്യമാണ് ഇവൻ നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചേക്കണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ശ്രുതി ഇങ്ങനെ അയാളുടെ മുന്നിൽ ഇങ്ങനെ ക്ഷമയോടെ കണ്ണോണ്ട് കാണിക്കുന്നുണ്ട്, ശ്രുതി കാണാണ്ട് പറയരുത് എന്ന്. അപ്പൊ പിന്നെ അയാൾ വിചാരിക്കുന്നുണ്ട്, നിങ്ങൾ കപ്പിൾസ് ആയിട്ട് സമ്മാനം അടിച്ചു മാറ്റിയില്ലേ, അത് ഞാൻ ഓണറോട് പറയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് ശ്രുതി പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ കുറെ ടോർച്ചർ ചെയ്തില്ലേ, മതി, ഇനി എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇല്ലടി, നിങ്ങളെ രണ്ടുപേരെയും നിന്റെ ബിസിനസ് ഞാൻ പൊളിക്കും, നിന്റെ സ്വഭാവം ഞാൻ എന്തായാലും അവനോട് പറഞ്ഞു കൊടുക്കും, എല്ലാരോടും പറയുന്നു പറഞ്ഞ വഴിക്ക് ശ്രുതി അയാളുടെ കാരണം നോക്കി ഒരു അടിന് കൊടുത്തത്, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പോക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും, നീ എന്റെ സ്വഭാവം ശരിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ അവളെ ശ്രുതിയുടെ മുഖത്ത് നോക്കി ശരി കാണാം എന്ന് പറഞ്ഞൊരു ഭീഷണിയോടുകൂടി അയാൾ ഇറങ്ങി പോകുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് ശ്രുതിയുടെ നെഞ്ചത്ത് ചെന്ന് വീഴുന്നുണ്ട്. എനിക്കൊരാൾ ശ്രുതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എനിക്കിപ്പോൾ സഹായിക്കാൻ ആളായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ശ്രുതിയും കൂടെ നല്ലൊരു ലവ് കോമ്പിനേഷൻ ഒക്കെയാണ് കാണിക്കുന്നത്. ശ്രുതിയുടെ കൈ വേദനിക്കുന്നുണ്ടായിരുന്നു, കൂട്ടുകാരനെ കൊണ്ട് ഐസ് ഇടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ശ്രുതിക്ക് ഒഴിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിനെയാണ്. രേവതി ചൂലൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് മുറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ വരുന്നുണ്ട്. പറയാതെ രവീന്ദ്രനെ കണ്ടപ്പോൾ നമ്മുടെ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അച്ഛൻ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണോ രാവിലെ വിളിച്ചപ്പോൾ പോലും പറയാമെന്ന് പറഞ്ഞപ്പോൾ, അതേ മോളെ, ഞാൻ അല്ലെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചിട്ടൊന്നല്ല വരുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, രവീന്ദ്രൻ നിൽക്കാൻ വേണ്ടി വന്നത് തന്നെയെന്ന് മനസ്സിലാവുന്നുണ്ട്. ബാഗ് രേവതി ചോദിക്കുമ്പോൾ വേണ്ട മോളെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. പിന്നീട് സച്ചി മോളായിട്ട് വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിനെ വിളിച്ചിട്ട്, മുത്തശ്ശി ഇതാരാ വന്നേക്കണേന്ന് നോക്കിയെന്ന് പറയുമ്പോൾ, മോനെ രവി നീയോ, ഇരിക്കടാന്നൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ സുധീരെ കല്യാണം അമ്മയെ ക്ഷണിക്കാൻ വന്നതാണെന്ന് പറയുന്നു. ആ സമയത്ത് സച്ചിയും ഓടി വരുന്നുണ്ട്. അച്ഛൻ വന്നോന്ന് ചോദിക്കുന്നത്. കല്യാണോ സുധീരെ, അത് നടന്നു തന്നെ, എനിക്ക് 50 ലക്ഷം രൂപ തരാതെ ഞാൻ കല്യാണം സമ്മതിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്നൊക്കെ ചോദിച്ച് രവീന്ദ്രനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് സച്ചിനെ നല്ലോണം ഉപദേശിക്കുന്നുണ്ട്. അവൻ എന്റെ ജീവിതം നശിപ്പിച്ചു, ഇവളുടെ ജീവിതം നശിപ്പിച്ചു, ഇനി വേറൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ പോണോ, ഇവൻ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ പെണ്ണിനെ കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ ചെലവിലായിരിക്കും ഇവൻ ജീവിക്കാൻ പോണേന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചന്ദ്ര തെരഞ്ഞെടുത്ത തീരുമാനമല്ലേ, അതുകൊണ്ട് തന്നെ ചന്ദ്രൻ വരുമ്പോഴല്ലേ, ഇനി ഞാൻ അതിലൊന്നിലും ഇടപെടുന്നില്ല അമ്മേ, ഞാൻ നിന്ന് കൊടുക്കുന്നു എന്ന് മാത്രം എന്ന് പറയുമ്പോൾ, ശരി നമുക്ക് കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നതും നമ്മുടെ സച്ചിക്ക് ഫോൺ വരുന്നുണ്ട്. നാട്ടിൽ നിന്നാണ്, കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്. എന്താണ് മഹേഷ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ, എങ്ങനെയുണ്ടോ നിന്റെ ഹണിമൂൺ എന്ന് ചോദിക്കുന്നു. ഹണിമൂണോ, എന്റെ ഹണിമൂണല്ല ശനിമൂണെന്ന് പറയുന്നുണ്ട്. രേവതി എന്തായാലും ഇതൊക്കെ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് കേട്ടാ. ഒരു വെള്ളടിക്കാനൊന്നും അച്ഛമ്മ സമ്മതിക്കുന്നില്ല പറഞ്ഞപ്പോൾ, അത് സാരമില്ല, പിന്നെ ഇപ്പൊ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്, എന്റെ അച്ഛമ്മയുണ്ട്, പാറുമ്മയുണ്ട്, ഞാൻ നല്ല ഹാപ്പിയാണ് ഇവിടെ എന്ന് പറയുന്നത്. നീ ഒരാളെ പേര് മാത്രം വിട്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ, ആരുടെ, നിന്റെ ഭാര്യയുടെ, രേവതി, അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, അവൾ എന്റെ കൂടെ ഉള്ളത് എനിക്ക് സന്തോഷം തന്നെയാടാന്ന് പറയുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം കൂട്ടുകാരനോട് കാറിന്റെ CC ഒക്കെ അടയ്ക്കണമെന്നും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. പിന്നീട് രേവതി എന്താടി എന്ന് രേവതിനോട് ചോദിക്കുമ്പോൾ, വെള്ളം നീർവെള്ളം എന്ന് പറയുന്നു. എന്നിട്ട് ആ വെള്ളം കൊണ്ടുകൊടുക്കുമ്പോൾ സച്ചി കുടിക്കുമ്പോൾ രേവതി ഇങ്ങനെ സച്ചിനെ നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒക്കെ നോക്കുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് പോകുമ്പോഴും രേവതി
സച്ചിനെ നോക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് പറയുന്നുണ്ട് അമ്പലത്തേക്ക് പോകാൻ മുത്തശ്ശി പറഞ്ഞ് റെഡി ആവാൻ പറയുന്നു. പിന്നെ കാണിക്കുന്നത് അമ്പലമാണ്. അമ്പലത്തിൽ വെച്ചും ഇതുപോലെ തന്നെ സച്ചിയോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്തിന്, അവന്റെ കല്യാണത്തിന്റെ കത്ത് പൂജിക്കാൻ വന്നതല്ലേ നിങ്ങൾ, അല്ലാതെ വേറെ എന്ത് പ്രാർത്ഥിക്കാൻ, അതെന്തായാലും നടക്കാൻ പോണ കാര്യമല്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറയുന്നു. നീ അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ പറയണത് ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കുക തന്നെ വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ വഴക്ക്, പിന്നെയും എല്ലാവരും കൂടി അവിടെ നിന്ന് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത് സുധീരെ കല്യാണം കാണാനല്ല, 50 ലക്ഷം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം സച്ചി വഴക്കിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ആകെ വിഷമത്തോടെ രവീന്ദ്രൻ നോക്കുമ്പോൾ രവീന്ദ്രനോട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നീ കഷ്ടപ്പെട്ട പൈസ പോയതിലുള്ള വിഷമമാണ് അവന്, അല്ലാതെ വേറെ ഒന്നുമല്ല, എന്തായാലും ഇവനെ ഞാൻ ശരിയാക്കിക്കോളാം, ഇവൻ ആ കല്യാണം മുടക്കോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്റെ 2 തുള്ളി കണ്ണീരിൽ അവൻ വീഴും, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. രേവതിയോട് സച്ചിനെയും കൊണ്ട് അമ്പലം ചുറ്റി നാളികേരം കുടയ്ക്കാൻ പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലടാ പറഞ്ഞത് നിന്നോട് ചെയ്യാനെന്ന് പറഞ്ഞ് അങ്ങനെ രേവതിയുടെ പിന്നാലെ തന്നെ നമ്മുടെ സച്ചിൻ പോകുന്നുണ്ട്. രണ്ടുപേരും പോകുന്നത് നോക്കി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന മുത്തശ്ശനെയും രവിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.